ഹായ് അസ്സാം വലൈക്കും. ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ നോമ്പിൻ്റെ ക്ഷീണം മാറാനും അതുപോലെ തന്നെ നല്ല ചൂടൊക്കെ അല്ലേ, ചൂടത്ത് കുടിക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ഷമാ ഷേക്കാണ് ഞാൻ റെഡിയാക്കുന്നത്. ഷേക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് ഷമാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തണ്ണിമത്തനും കുറച്ച് ഈത്തപ്പഴം കുതിർത്ത് വെച്ചിട്ടുണ്ട്, സിയാ സീഡും കുതിർത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് തേൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഹെൽത്തി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് പഞ്ചസാര ചേർക്കുന്നതേ ഇല്ല. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് വെച്ചിട്ടുള്ള ഷമാമും തണ്ണിമത്തനില്ല അതും കൂടെ ഇട്ട് കൊടുത്ത് ഈത്തപ്പഴം കൂടെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഞാൻ രണ്ടായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഒന്ന് പാലൊഴിക്കുന്നതിന് മുമ്പ് ഒന്ന് അരച്ച് കൊടുക്കുക. അപ്പോഴും ആ ഷമാമൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അതിനുശേഷം നമുക്ക് പാലൊഴിച്ച് കൊടുത്ത് ഒരിക്കൽ കൂടെ അരച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. രണ്ടാമത്തെ സെഷൻ അടിച്ചെടുത്ത സമയത്ത് 1 സ്പൂൺ തേനും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈത്തപ്പഴത്തിൻ്റെ മധുരം തന്നെ മതിയെന്നുണ്ടെങ്കിൽ ഈത്തപ്പഴം മാത്രം ഇട്ട് കൊടുത്ത് അടിച്ചാലും മതിയാകും കേട്ടോ. ഞാൻ കുട്ടികൾക്ക് കുറച്ചും കൂടെ മധുരം വേണമെന്നത് കൊണ്ടാണ് ഞാൻ 1 സ്പൂൺ തേനും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഷമാവും പാലൊക്കെ ഒഴിച്ചതുപോലെ അടിച്ചു കുടിക്കുമ്പോൾ നമ്മുടെ നോമ്പിൻ്റെ ക്ഷീണം മാറാൻ, അതുപോലെ തന്നെ ഇനിയിപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ഷമാമ തണ്ണിമത്തന പഴമൊക്കെ ചേർത്ത് കണക്ക് അടിച്ചു കൊടുത്താൽ അവർ ഹാപ്പി ആയിട്ടിരിക്കും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാം ഞാൻ അടിച്ചെടുത്തൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താ കട്ട പാലാണെന്നുണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുത്ത് അടിച്ചാലും മതി കേട്ടോ. ഞാൻ അല്ലാതെ നല്ല തണുപ്പിച്ചിട്ടുള്ള പാല് ചേർത്തിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള സിയാ സീഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. നിങ്ങൾക്ക് കുറച്ച് കട്ടിക്കാണ് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കണക്ക് കുടിച്ചാൽ മതി കേട്ടോ. ഇത് കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും നല്ല തണുപ്പിച്ചിട്ടുള്ള പാലും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാൻ കുറച്ച് ലാസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഷമാൻ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ.